ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിപ്പോൾ ഉള്ളത് ഫോർട്ട് കൊച്ചിയിലാണ്. ഇന്നൊരു പ്രഭാത സവാരിയിലാണ്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരിയിലെ ചില ഭാഗങ്ങൾ പ്രഭാതത്തിലെ കാഴ്ച നിങ്ങളെ കാണിക്കുകയാണ്. അതേപോലെ തന്നെ അവിടുത്തെ വൈകുന്നേരത്തെ സാഹചര്യവും നിങ്ങളുടെ മുമ്പിലേക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ രാവിലെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. അതേപോലെ തിരിച്ച് വൈകുന്നേരം എന്തായിരിക്കും അവസ്ഥ എന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, എൻജോയ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങളുടെ സഹകരണം വളരെ അത്യാവശ്യമാണ് കേട്ടോ. താങ്ക് യു വെരി മച്ച്. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾ റോഡെല്ലാം കാണുന്നുണ്ട്, ഒരാൾ പോലും ഇല്ല. പക്ഷേ ഒരു 10 മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഒന്നും പറയാൻ നിൽക്കുക വേണം. കാരണം അത്രത്തോളം തിരക്കായിരിക്കും. അത്രയും തിരക്കുള്ള സ്ഥലമാണ് ഈ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാൽ. ഒരുപാട് വാഹനങ്ങളും ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉള്ള ബസാർ റോഡാണ് കൊല്ലങ്ങൾ. അതായത് ബ്രിട്ടീഷുകാരുടെ കാലം മുതലേക്ക് വളരെ തിരക്കുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് കച്ചവടം, ബോട്ടിൽ കച്ചവടം ചെയ്തിരുന്ന സ്ഥലവും കൂടിയാണ്. ആൾക്കാർ വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. ബോട്ടിൽ വന്നിട്ടാണ് മട്ടാഞ്ചേരി സാധനം വാങ്ങിച്ച് ബോട്ടിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ഇപ്പോൾ നിങ്ങൾ പോയി കണ്ടുകൊണ്ടിരിക്കുന്ന മട്ടാഞ്ചേരി ഭാഗത്തേക്കുള്ള റോഡാണ് നിങ്ങൾ കാണുന്നത്. ഇവിടെയൊക്കെ വളരെ വിജനമാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല, കാരണം അത്രത്തോളം വാഹനങ്ങളായിരിക്കും, ബ്ലോക്കായിരിക്കും. പിന്നെ കുറച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ തന്നെ കാശ്മീരികളുടെ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഷോപ്പുണ്ട്. അവിടെ ഇതേ പറഞ്ഞ പോലെ നല്ല തിരക്കായിരിക്കും. ഒരുപാട് ഫോറിനേഴ്സൊക്കെ വരുന്ന സമയമായിരിക്കും. അതൊക്കെ വൈകുന്നേരം ഞാൻ തിരിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് കാണും. തിരിച്ച് അവിടെ നിന്നുള്ള വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാണുക, എൻജോയ് ചെയ്യുക. ഒരുപാടുണ്ട് കേട്ടോ മട്ടാഞ്ചേരിയിൽ. ഒരുപാട് കാഴ്ചകൾ കാണാൻ തന്നെയുണ്ട്, ഒത്തിരിയുണ്ട്. ഒരു കാലത്ത് മട്ടാഞ്ചേരി ആയിരുന്നു കേന്ദ്രം. ഇന്നിപ്പോൾ കാണുന്ന നമ്മുടെ എറണാകുളത്തുള്ള ബ്രോഡ്വേ പോലെ തന്നെയാണ്. പക്ഷെ അന്ന് അത്രയും ബ്രോഡ്വേക്ക് അത്രത്തോളം ഇല്ലായിരുന്നു. എല്ലാവരും മട്ടാഞ്ചേരിയിലാണ് വന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് കടകളും എന്താ പറയുക, അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള, അതായത് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ള അതേ സെയിം ബിൽഡിങ്
ചിലത് മാത്രമേ പുതുക്കി പണിതിട്ടുള്ളൂ. എന്നിരുന്നാലും 100-ലൊരു 95% പഴയ ബിൽഡിംഗ് തന്നെയാണ്. ആ വഴി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ എല്ലാം പഴയ കടമുറികളാണ്. പക്ഷെ ഇന്ന് പല കടമുറികളും ഒഴിവായി പോയിട്ടുണ്ട്. കാരണം കച്ചവടമൊക്കെ വളരെ മോശമാണ്. പല ആളുകളും കടക്കെണിയിലായിട്ട് നിർത്തിപ്പോയ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിരുന്നാലും പഴയ പ്രൗഢി ഇപ്പോഴും പോയിട്ടില്ല. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റേ കാശ്മീരികളുടെ ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെ ഏരിയയിലൂടെ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കുറച്ച് ഫുള്ളായിട്ടില്ല, കുറച്ച് ദൂരം വരെ പോയാൽ മതി. അവിടെ വരെയുള്ള ഷോപ്പുകളൊക്കെ. പിന്നെ തിരിച്ചു വരുമ്പോഴുള്ള വിഷ്വലാണ്. എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്ന കണ്ടീഷനിലാണ്. ചെറിയ ചാറ്റൽ മഴയുണ്ട്. തിരക്കുണ്ട്, ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. ഇതിൽ ഫോറിനേഴ്സ് ഉണ്ട്, ഒരുപാട് വണ്ടികൾ നടക്കുന്നുണ്ട്. കാശ്മീരികളുടെ കടയാണ്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി റോഡ് മൊത്തം നല്ല കെട്ടാണ്. രാവിലെ പറഞ്ഞ അതേ ഡയലോഗാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ചെറിയ ചാറ്റൽ മഴ ഉള്ളത് കൊണ്ടേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മട്ടാഞ്ചേരി ചെറുതായി കടവാണ്. ഒരുപാട് ഓർമ്മകളും ചരിത്ര ഓർമ്മകളും സ്ഥലം മട്ടാഞ്ചേരി. പാട്ടുകാരൻ മെഹബൂബിന്റെ തട്ടകമായിരുന്നു മട്ടാഞ്ചേരി. അദ്ദേഹത്തിന് വേണ്ടി എല്ലാ വൈകുന്നേരങ്ങളിലും ഇവിടെ പാട്ടുമേളകൾ നടക്കാറുണ്ട്. മെഹബൂബ് മെമ്മോറിയൽ ഓർക്കസ്ട്ര തന്നെ ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.